ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭ ശ്മശാനം വാതക ശ്മശാനമായി നവീകരണത്തിന് ഒരുങ്ങുന്നു. നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടിയുടെ പദ്ധതിയാണ് കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചത്. വിറകിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന പരമ്പരാഗത രീതിയാണ് ഇപ്പോൾ നടത്തുന്നത്. വിറകിൽ നിന്ന് വാതകത്തിലേക്ക് മാറ്റിയാണ് നവീകരിക്കുക. നഗരസഭ പൊതുശ്മശാനം നവീകരിക്കാനുള്ള പദ്ധതി കഴിഞ്ഞ ഭരണസമിതിയുടെ ബജറ്റിൽ അവതരിപ്പിച്ചിരുന്നു. മണ്ണ് പരിശോധനയുൾപ്പെടെ നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ശ്മശാനത്തിന് അനുവദിച്ച ഭൂമിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള പരമാവധി സ്ഥലവും ഉപയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വൈദ്യുതി അല്ലെങ്കിൽ വാതക ശ്മശാനമാണ് പ്രായോഗികമാവുക എന്ന കണ്ടെത്തലിലാണ് ശ്മശാനം നവീകരിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും ഷൊർണൂരിലേക്കാണ് മൃതദേഹങ്ങൾ എത്തിക്കുക. ഭാരതപ്പുഴയോരത്തായതിനാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ചടങ്ങുകൾ നടത്തുന്നത്. സംസ്കാരത്തിനൊപ്പം ക്രിയകളും തുടർന്ന് നടത്തുന്ന ചടങ്ങുകളുമെല്ലാം ശ്മശാനത്തിൽ ഒരുക്കാറുണ്ട്. വാതക ശ്മശാനമാകുന്നതോടെ സംസ്കരിക്കാനുള്ള സമയവും കുറച്ചു മതി. വിറകിൽ സംസ്കരിക്കുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 1.5 മണിക്കൂറിലേറെ സമയം ആവശ്യമാണ്. വാതക ശ്മശാനത്തിൽ അരമണിക്കൂറോളം മതിയെന്നാണ് കണക്ക്. മാത്രമല്ല അന്തരീക്ഷ മലിനീകരണവും കുറവാണെന്നതും വാതക ശ്മശാനത്തിൻ്റെ പ്രത്യേകതയാണ്. വൈദ്യുതി ശ്മശാനമാക്കാൻ ചിലവ് കൂടുമെന്നതാണ് വാതക ശ്മശാനമാക്കാനുള്ള കാരണം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.